ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ധരംശാല. ധരംശാലയുടെ പ്രാന്തപ്രദേശമാണ് മക്ലോഡ്ഗഞ്ച്. പൈൻമരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ മലയോര നഗരം ദലൈലാമയുടെയും ടിബറ്റൻ പ്രവാസി സർക്കാരിന്റെയും ആസ്ഥാനമാണ്. ടിബറ്റൻ ജനസംഖ്യ കൂടുതലായതിനാൽ തന്നെ ഇത് ലിറ്റിൽ ലാസ അല്ലെങ്കിൽ ദാസ എന്നാണ് അറിയപ്പെടുന്നത്. നമസ്കാരം, ഞാൻ അജയ്. എന്റെ ആദ്യത്തെ ട്രാവൽ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹിമാചൽ പ്രദേശിലെ മക്ലോഡ്ഗഞ്ചിലാണ്. മക്ലോഡ്ഗഞ്ചും ധരംശാലയും എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹി മെട്രോ കാശ്മീരി ഗേറ്റ് നമ്പർ 5 നിന്നും മുന്നേ ബുക്ക് ചെയ്ത വോൾവോ ബസ്സിൽ രാത്രി 9:30 ഞാൻ ധരംശാലയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. രാവിലെ 6 ധരംശാലയിലെ പെട്രോൾ ബങ്കിന് മുന്നിൽ ഞാൻ എത്തി. ഇവിടെ നിന്നും 400 മീറ്റർ അകലെയാണ് ധരംശാല ബസ് സ്റ്റാൻഡ് ഉള്ളത്. മക്ലോഡ്ഗഞ്ചിലേക്കും മറ്റും ബസ്സും ഷെയർ ടാക്സിയും എളുപ്പത്തിൽ ലഭ്യമാണ്. ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു റെന്റൽ ഷോപ്പിൽ നിന്നും 3 ദിവസത്തേക്ക് ഞാൻ സ്കൂട്ടർ റെന്റിനെടുത്തു. ധോലാധാർ പർവ്വത നിരകൾക്കിടയിൽ സമുദ്രനിരപ്പിൽ നിന്നും 1457 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്കാണ് ഞാൻ ആദ്യം യാത്ര തിരിച്ചത്. വരാനിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ സീരീസ് ഉള്ളതിനാൽ സന്ദർശകർക്ക് ഞാൻ പോയ സമയത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല. HPTDCയുടെ റെസ്റ്റോറൻറ്റിൽ നിന്നുമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇവിടുത്തെ ആലു പറാത്തയും ചീസ് ഓംലെറ്റും ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഉത്തരേന്ത്യയിലെ ചുരുക്കം തേയിലത്തോട്ടങ്ങളിൽ ഒന്നാണ് കാംഗ്ര ടീ ഗാർഡൻ. കാംഗ്ര ടീ ഉത്തരേന്ത്യയിൽ വളരെ പ്രശസ്തമാണ്. മഞ്ഞുമൂടിയ പർവ്വത നിരകളിലെ ഈ തേയിലത്തോട്ടം മനം കുളിർപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. തേയിലച്ചെടികൾ തളിർത്തു നിൽക്കുന്ന ഒരു സീസണിൽ ഒരിക്കൽ കൂടി ഇവിടേക്ക് വരണമെന്ന് മനസ്സിലുറപ്പിച്ച് ഞാൻ കരോട്ട വ്യൂ പോയിന്റിലേക്ക് യാത്രയായി. ധരംശാലയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് കരോട്ട സ്ഥിതി ചെയ്യുന്നത്. 15 മിനിറ്റ് ട്രെക്ക് ചെയ്താൽ കരോട്ട വ്യൂ പോയിന്റിന്റെ മുകളിലെത്താം. തണുത്ത കാറ്റും ചാരനിറത്തിലുള്ള മുട്ടക്കുന്നുകളിലെ പച്ചപ്പും അതിനു ചുറ്റും മഞ്ഞു മൂടിയ ധോലാധാർ പർവ്വത നിരകളും ആരെയും അവിടെ പിടിച്ചു നിർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. കരോട്ട വ്യൂ പോയിന്റിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള മക്ലോഡ്ഗഞ്ചിലേക്ക് ഞാൻ യാത്ര തിരിച്ചു. കാഴ്ചകൾ കണ്ടുള്ള മക്ലോഡ്ഗഞ്ചിലേക്കുള്ള 2 വീലർ യാത്ര ഒരു മികച്ച അനുഭവം തന്നെയാണ്. മക്ലോഡ്ഗഞ്ചിൽ എത്തിയ ശേഷം ടിബറ്റൻ റെസ്റ്റോറൻ്റായ കലിംപോങ്ങിൽ നിന്നുമാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. ഇവിടുത്തെ മട്ടൻ തെന്തൂക്കും തന്നെ ഞാൻ പുറപ്പെട്ടത് 2 കിലോമീറ്റർ അകലെയുള്ള ബാക്സുനാഗ് വാട്ടർഫോളിലേക്കാണ്.
20 മീറ്ററോളം ഉയരമുള്ള ഈ വാട്ടർഫോൾ ബാഗു വാട്ടർഫാൾ എന്നും അറിയപ്പെടുന്നു. ബാഗു വാട്ടർഫോളിന്റെ അരികിലുള്ള ബാഗ്സുനാഥ് ടെമ്പിൾ ഒരു പുരാതന ശിവക്ഷേത്രമാണ്. കണ്ണുനീർ പോലെ തെളിഞ്ഞ ഈ വെള്ളച്ചാട്ടത്തിന്റെ ചുറ്റും ധാരാളം കഫേസും ഉണ്ട്. ഒരു സായാഹ്ന നടത്തത്തിനും അല്പനേരം ശാന്തമായി ഇരിക്കുവാനും ഈ സ്ഥലം വളരെ അനുയോജ്യമാണ്. ആയിരത്തി 1852 പണികഴിപ്പിച്ച ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കമാർന്ന സെന്റ് ജോൺസ് ചർച്ചിലേക്കാണ് ഞാൻ അടുത്തതായി പോയത്. പൈൻമരങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി നിയോ ഗോത്തിക് വാസ്തുശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രശസ്തമായ ബെൽജിയൻ സ്റ്റെയിൻഡ് ഗ്ലാസ് ജാലകങ്ങൾ ഈ പള്ളിയുടെ ഭംഗി കൂട്ടുന്നു. ബോളിവുഡ് ചിത്രം മേരി കോമിന്റെ ചിത്രീകരണം ഇവിടെയാണ് നടന്നത്. വളരെ ചെറുതും എന്നാൽ മനോഹരവുമായ ഒരു തടാകമാണ് ദാൽ ലേക്ക്. കാശ്മീരിലെ ദാൽ ലേക്കിന്റെ പേര് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തടാകത്തിന് ഈ പേര് വന്നത്. സുഹൃത്തുക്കളുമായി പൈൻമരങ്ങൾക്കിടയിൽ ഒരു സവാരി നടത്താനും അല്പനേരം കുടുംബവുമായി ചിലവഴിക്കാനും പറ്റിയ ലൊക്കേഷനാണ് ദാൽ ലേക്ക്. നഡ്ഡി വ്യൂ പോയിന്റിന്റെ യാത്രാ മധ്യത്തിലുള്ള ഈ ലൊക്കേഷൻ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഒന്നുമല്ല. ധോലാധാർ പർവ്വതനിരകൾ ഏറ്റവും അടുത്ത് കാണാൻ പറ്റിയ സ്ഥലം. ട്രെക്കിങ്ങോ നടത്തുമോ ഇല്ലാതെ തന്നെ ഹിമാലയൻ റേഞ്ചസ് കയ്യെത്തും ദൂരത്ത് ആസ്വദിക്കാൻ പറ്റിയ സ്പോട്ട്. മക്ലോഡ് ഗഞ്ചിൽ നിന്നും കേവലം 5 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഈ സ്ഥലം പ്രായഭേദമന്യേ ആർക്കും എത്തിപ്പെടാൻ സാധിക്കുന്ന ഒന്നാണ്. മക്ലോഡ് ഗഞ്ച് ധരംശാല യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് നഡ്ഡി വ്യൂ പോയിന്റ്. ദലൈലാമയുടെ ഔദ്യോഗിക വസതി എന്ന ചരിത്രപരമായ പ്രാധാന്യമുള്ള ബുദ്ധമത ക്ഷേത്രമാണ് ദലൈലാമ ടെമ്പിൾ. വർണ്ണാഭമായ പ്രാർത്ഥനാ പതാകകളാലും സ്തൂപങ്ങളാലും നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ആളുകളെ വീണ്ടും വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ബുദ്ധമത വിശ്വാസികളും ഭിക്ഷുക്കളും ഇവിടത്തെ സ്ഥിരം സന്ദർശകരാണ്. പ്രധാന പ്രാർത്ഥനാ ചക്രം ക്ഷേത്രത്തിന്റെ നടുവിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് തങ്കം പൂശിയ ചക്രമാണ്. ഈ ചക്രത്തിൽ ഓം മണി പത്മേഹം എന്ന ബുദ്ധമന്ത്രം 1000 തവണ നിറച്ചിരിക്കുന്നു. ഇത് ഒരു തവണ കറക്കുന്നത് ഈ മന്ത്രം 1000 തവണ ചൊല്ലുന്നതായി കണക്കാക്കുന്നു. മക്ലോഡ് ഗഞ്ചിന്റെ തെരുവുകളിലൂടെ അല്പനേരം നടന്ന ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് തിരിച്ചുപോയി. മക്ലോഡ് ഗഞ്ചിന്റെ പ്രധാന കാഴ്ചയായ ട്രയോൺ ട്രെക്കിന്റെ വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. അതുവരെയും ബൈ, ടേക്ക് കെയർ, അജയ്.